ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മളിൽ ആരുണ്ടല്ലേ? പക്ഷെ പലപ്പോഴും ആ ഇഷ്ടം ഒരു ക്ഷീണത്തിലും വയറുവേദനയിലും ഒക്കെയാണ് അവസാനിക്കാറ്. എന്നാൽ രുചിയിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നല്ല ആരോഗ്യത്തോടെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി ഉണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗട്ട് വൈബ് കഫേയുടെ അങ്ങനെ ഒരു കിഡിലൻ ഫോക്സ്ടെയിൽ മില്ലറ്റ് ബിരിയാണിയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും ഈ ഒരു അനുഭവം കാണും അല്ലേ? നല്ലൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ഒരു ഭാരവും മയക്കവും. എന്തുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം എന്തിനാണ് നമ്മളെങ്ങനെ തളർത്തുന്നത്? അപ്പോ ഇതാണ് ആ ഒരു ധർമ്മസങ്കടം. ബിരിയാണിയുടെ ആ ഗംഭീര രുചി നമുക്ക് വേണം, പക്ഷെ അതിനുശേഷമുള്ള ഷുഗർ സ്പൈക്കും ഊർജം മുഴുവൻ ചോർന്നു പോകുന്ന ആ ഒരു അവസ്ഥയും നമുക്ക് വേണ്ട. ശരിക്കും പറഞ്ഞാൽ രുചിയും ആരോഗ്യവും തമ്മിലുള്ള ഒരു വടംവലി തന്നെയാണിത്. ഇതിലെ പ്രധാന വില്ലൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ള അരിയാണ്. അതിന് ഉയർന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ വേഗത്തിലങ്ങ് മുകളിലേക്ക് പോകും. അതിനുശേഷം അതേ വേഗത്തിൽ താഴേക്കും വരും. ഈ പെട്ടെന്നുള്ള വീഴ്ചയാണ് ആ ഫുഡ് കോമ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ക്ഷീണത്തിന് കാരണം. എന്നാൽ പേടിക്കേണ്ട, ഈ പ്രശ്നത്തിന് ഒരു കിടിലൻ പരിഹാരമുണ്ട്. ഇവിടെയാണ് ഗട്ട് വൈബ് കഫേയുടെ ഫോക്സ്ടെയിൽ മില്ലറ്റ് ചിക്കൻ ബിരിയാണി ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചറായിട്ട് വരുന്നത്. ഇത് വെറുമൊരു ഭക്ഷണമല്ല കേട്ടോ, ഇതൊരു തെറാപ്യൂട്ടിക് മീൽ അഥവാ ചികിത്സാപരമായ ഭക്ഷണമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, ഇത് രുചിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില പ്രത്യേക ആരോഗ്യ ഗുണങ്ങൾ നൽകാനും കൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്കിതിന്റെ സയൻസിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം അല്ലേ? എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ പ്രധാന മാറ്റത്തിലാണ്: നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യം. ഇപ്പോൾ ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിയേ, ആ വ്യത്യാസം നമുക്ക് നേരിട്ട് കാണാം. ഈ സംഖ്യകൾ നോക്കൂ. വെള്ള അരിക്കാണെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതൽ, ഫൈബർ കുറവ്. നേരെ മറിച്ച് തിനയുടെ കാര്യം നോക്കൂ, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്, പക്ഷെ ഡയറ്ററി ഫൈബർ ധാരാളമുണ്ട്. ഇതാണ് ആ മാജിക്. വാവ്, ഈയൊരു ചിത്രം കാണുമ്പോഴാണ് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവുന്നതല്ലേ? ഇടതുവശത്ത് കാണുന്നത് സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഷുഗർ സ്പൈക്കാണ്. എന്നാൽ വലതുവശത്ത് നോക്കൂ, തിന ബിരിയാണി ഉണ്ടാക്കുന്ന വളരെ സൗമ്യമായ ഒരു മാറ്റം. ആ ഷുഗർ ക്രാഷ് എങ്ങനെ ഒഴിവാക്കാമെന്ന് ഈ ചിത്രം നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു വരുന്നുണ്ട്. ഇനി ഗ്ലൈസീമിക് ലോഡ് എന്നൊരു സംഭവം കൂടിയുണ്ട്. അതിവിടെ ഏകദേശം 13-നടുത്താണ്. ലളിതമായി പറഞ്ഞാൽ, പഞ്ചസാര എത്ര വേഗത്തിൽ രക്തത്തിൽ കലരുന്നു എന്ന് മാത്രമല്ല, ആകെ എത്ര പഞ്ചസാര എത്തുന്നു എന്നതിന്റെ ഒരു അളവ് കൂടിയാണിത്. അപ്പോൾ കുറഞ്ഞ ഗ്ലൈസീമിക് ലോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, അത്രയുള്ളൂ. പക്ഷേ സംഭവം തിനയിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. ഈ ഭക്ഷണം മൊത്തത്തിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത് എങ്ങനെ ICMR പ്ലേറ്റ് ആശയമായി പൊരുത്തപ്പെടുന്നു എന്ന് നോക്കാം. ഈ കണക്കുകളിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഒരു 400 ഗ്രാം പാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 32 മുതൽ 35 ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഇത് പേശികളുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. കൂടെ 10 മുതൽ 12 ഗ്രാം വരെ ഫൈബറുമുണ്ട്. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. അതായത് ഒരൊറ്റ പാക്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഹൈ പ്രോട്ടീൻ മീൽ കിട്ടുകയാണ്. ചില ഫുഡ് കഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശക്കില്ല അല്ലേ? എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ബിരിയാണിക്കും അതുപോലെ ഒരു രഹസ്യമുണ്ട്. അത് നമ്മുടെ കുടലും തലച്ചോറും തമ്മിലുള്ള ഒരു കണക്ഷനിലാണിരിക്കുന്നത്. ഇതൊരു ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം. ആദ്യം തിനയിലുള്ള ഉയർന്ന ഫൈബർ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് ഭക്ഷണമായിട്ട് മാറും. ഈ ബാക്ടീരിയകൾ നമ്മുടെ തലച്ചോറിലേക്ക് വയറ് നിറഞ്ഞു എന്ന് സിഗ്നൽ നൽകുന്ന ചില ഹോർമോണുകളെ പുറത്തുവിടാൻ സഹായിക്കുന്നു. അങ്ങനെ വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ ഇത് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നു. അപ്പോ ഇതിനെ നമുക്ക് ഒറ്റ വാക്യത്തില് ഇങ്ങനെ പറയാം: കുടലും തലച്ചോറും തമ്മിലുള്ള ഈ ഒരു പ്രവർത്തനം വളരെ ശക്തമായ ഒരു ഫലം നൽകുന്നു. കുറച്ച് കഴിക്കുക, കൂടുതൽ നേരം വയറ് നിറഞ്ഞിരിക്കുക. ഓക്കേ, ഇത്രയും സയൻസൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾക്ക്, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താണ് ഗുണം? നമുക്കിതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണങ്ങൾ? പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുന്നു. വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്ക് നല്ലതാണ്. ഓഫീസിലെ ആ ഉച്ച കഴിഞ്ഞുള്ള ക്ഷീണം ഇനിയില്ല. വയറുവേദനയോ മയക്കമോ ഉണ്ടാക്കുന്നില്ല. എന്തിനേറെ, യാത്ര ചെയ്യുമ്പോൾ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഹെൽത്തി മീലാണിത്. ഇതാണ് ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കംഫർട്ട് ഫുഡായിട്ടുള്ള ബിരിയാണി തന്നെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഏറ്റവും ആരോഗ്യകരവും ഊർജ്ജസ്വരവുമായ ഭക്ഷണമായി മാറിയാലോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഫോക്സ്ടെയിൽ മില്ലറ്റ് ബിരിയാണി.